Assalamualaikum dear friends, welcome back to Shami's Curved. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. നല്ല കിടിലൻ ടേസ്റ്റും ആണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഈ പലഹാരം. അപ്പോൾ നമ്മുടെ വീട്ടിൽ അവിലും നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികം എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ നേന്ത്രപ്പഴം നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴം പുഴുങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇതുപോലത്തെ ഒരു തട്ട് നമുക്ക് ഇറക്കി വെച്ചതിന് ശേഷം പഴം മുറിച്ചത് ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു 5-6 മിനിറ്റ് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇത് നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പഴം പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 1 കപ്പ് ചുമന്ന അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാവുമ്പോൾ ആരോഗ്യത്തിനും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ചുമന്ന അവലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് 2 മിനിറ്റ് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് അവലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെള്ള അവലോ ചുമന്ന അവലോ ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് നമ്മുടെ ഈ ചുമന്ന അവലാണ്. അതുകൊണ്ടാണ് ഞാൻ ചുമന്ന അവല് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവല് വറുത്തെടുത്തത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതായിട്ടുണ്ട്. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അത് ഇങ്ങനെ പൊടിഞ്ഞു വരണം. അതാണ് ഇതിന്റെ പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഈർപ്പമൊന്നുമില്ലാത്ത ഒരു പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റാം. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തു. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച അവല് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഈ അവല് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ അവല് ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം വറുത്തതിന് ശേഷം മാത്രമേ കഴുകി എടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. നമ്മൾ വറുക്കാതെ അവല് കഴുകി എടുക്കാന്നുണ്ടെങ്കിൽ പശ പോലെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നല്ലോണം വറുത്തതിന് ശേഷം മാത്രമേ കഴുകി എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. വീണ്ടും ഞാൻ അതേ പാനിൽ ഫ്ലെയിം ഓണാക്കി ഒരു 1/2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കപ്പലണ്ടി ഇതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ വെള്ള കപ്പലണ്ടി വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പൊ അതെടുത്താലും മതി. അപ്പൊ ഇതെല്ലാം തൊലി നമുക്ക് കളഞ്ഞെടുത്തിട്ട് വരാം. കപ്പലണ്ടിയുടെ തൊലിയെല്ലാം എന്താ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ പൊടിക്കുന്ന മിക്സിയിൽ ഒരു ജാർ എടുക്കാം. ഡ്രൈ ആയിട്ടുള്ള ജാർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ തൊലി കളഞ്ഞ കപ്പലണ്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരേ സ്പീഡിലിട്ട് പൊടിച്ചാൽ ഇതിൽ നിന്നും എണ്ണ വരും. അങ്ങനെ എണ്ണ വരാൻ പാടില്ല. പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ അതാ കപ്പലണ്ടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ 3 പ്രാവശ്യം പൾസ് ചെയ്താണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് ഈ കപ്പലണ്ടി പൊടിച്ചത് ഇട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ നമ്മുടെ തേങ്ങയും ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിയേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ തരികളോടുകൂടി പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മള് പുഴുങ്ങിയെടുത്ത പഴം ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയെല്ലാം നമുക്ക് മാറ്റാം. പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ തൊലി മാറി വന്നോളൂ. അപ്പൊ നമ്മളെ പഴത്തിന്റെ തൊലിയെല്ലാം എന്താ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ തൊലിയെല്ലാം കളഞ്ഞെടുത്ത പഴം നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചോ ഒരു മാഷർ വെച്ചോ നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇത് ഉടച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ച അവല് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ച കപ്പലണ്ടി അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച നമ്മുടെ തേങ്ങ അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ശർക്കരയാണോ ഉള്ളത് അതെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കറുത്ത ശർക്കര ആകുമ്പോൾ കൂടുതൽ ഹെൽത്തിയാണ്,
കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റും കിട്ടും, നല്ല പലഹാരത്തിന് നല്ല കളറും കിട്ടും. അതുകൊണ്ട് ഞാനിവിടെ കറുത്ത ശർക്കരയാണ് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ, അത് വെച്ച് ഇടിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കവറിൽ ഒരു പീസ് ശർക്കര ഇട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒരു കല്ലുകൊണ്ട് ഇടിച്ചതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ച് ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അത് 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി എടുത്താൽ മതി. അപ്പോൾ ഏലക്ക ആണെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 2 ഒക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പ് ഒന്നും ചേർക്കുന്നില്ല, ഉപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നന്നായിട്ട് ഇത് നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കറക്റ്റ് മധുരമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പഴവും അവിലും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ പുഴുങ്ങിയ പഴത്തിന്റെയും ഏലക്കായുടെയും ഒക്കെ. അപ്പൊ നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ പലഹാരമാണ്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ പലഹാരം. അത് മാത്രമല്ല കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റുമാണ്. നല്ലോണം എല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് തടവിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കാം അതിനെ. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയതിന് ശേഷം കൈ വെച്ച് ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കട്ട്ലറ്റിന്റെ ഒക്കെ ഷേപ്പിന് എടുക്കില്ലേ, അതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സൈഡൊക്കെ നമുക്ക് നല്ലോണം ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഈ നെയ്യ് ഒന്ന് ചൂടായി വരണം. ഈ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി 2 വശവും നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് ബ്രൗൺ കളറായി വരണം. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ വെറും 1 ടേബിൾ സ്പൂൺ നെയ്യിൽ നമ്മുടെ പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം. മൈദ ബാറ്റർ ഇട്ട് മുക്കി നമ്മൾ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്